അതാ പറഞ്ഞത് അതിലെ പുറത്താക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ബുദ്ധിപൂർവ്വം ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഓരോരുത്തരുടെ ഇഷ്ടമല്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഇത് എന്റെ ഇഷ്ടമാണ്. എന്നെ പോലെ ചിന്തിക്കുന്നവരും ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് ഒപ്പോസായിട്ട് പറയുന്നവരെ കുറിച്ച് ചിന്തിക്കും. അതന്നെ നമ്മൾ പറയുന്നത് ഭയങ്കരമായിട്ട് ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഹായ് ഗൈസ്, നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും തുറന്നിട്ടുണ്ടെങ്കിൽ ആകെ കാണാനുള്ളത് അനുമോളുടെ വീട്ടുകാർ മാത്രമാണ്. കാരണം അവര് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞതിന് ശേഷം അനുമോളെ കൊണ്ടുവന്നതിന് ശേഷം ഈ ഓൺലൈൻ മീഡിയക്കാർക്ക് കൊടുത്തൊരു ബൈറ്റ്, ആ ബൈറ്റിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മേ ബി എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ആ ബൈറ്റും കണ്ടിട്ടുണ്ടാവും, അതിന്റെ വീഡിയോയും കണ്ടിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ ഒരു പെർസ്പെക്റ്റീവ് ബാക്കിയുള്ള വീഡിയോക്കാർ പറഞ്ഞതിൽ നിന്നൊരു വ്യത്യസ്തമാണ് എന്നാ തോന്നുന്നത്. എന്തായാലും നമുക്ക് എന്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. അല്ല, അതിനകത്ത് അകത്താരും ശ്രമിക്കുന്നില്ല. എല്ലാവരും അവര് ഭയങ്കര സ്നേഹമായിട്ടാണ് നിൽക്കുന്നത് ഒക്കെ. ഒബ്വിയസ്ലി ഗെയിമിന് വേണ്ടിയിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടാകുന്നെങ്കിലും ക്ലാഷസ് ഉണ്ടാകുന്നെങ്കിലും അവരെല്ലാവരും നല്ല സ്നേഹമായിട്ടാണ് നിൽക്കുന്നത്. പുറത്തുള്ളവരാണ് ആർമിക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോ ഇത് കാണിക്കുന്നതെല്ലാം പുറത്ത് നിൽക്കുന്നവരാണ്. അവർ തമ്മിൽ അവിടെ അനീഷ ആയാലും അനുവൊക്കെ ഭയങ്കര ക്ലോസ് ആണ്, ഭയങ്കര കാര്യമാണ് അങ്ങോട്ട്. അതന്നെ നമ്മൾ പറയുന്നത് ഭയങ്കരമായിട്ട് ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പം വിഷയം ഇതാണ്. ഇത് അനുമോളുടെ ചേച്ചിമാരും അമ്മയുമാണ്. അപ്പൊ അവരതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് ബിഗ് ബോസിന്റെ ഉള്ളിൽ കണ്ടസ്റ്റൻസ് തമ്മിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പേഴ്സണൽ ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു ഗെയിം എന്ന നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെ ഇടയിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവരുടെ ഇടയിൽ ഒരു വഴക്കും തല്ലും ഉണ്ടെങ്കിലും അതിലുപരി അവർ ഭയങ്കര യൂണിറ്റിയാണ്, ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ വലിയ വിഷയങ്ങളൊന്നുമില്ല. ഈ ആർമിക്കാരുടെ ഇടയിലാണ് ഈ തല്ലുവിളിയും ഒച്ചപ്പാടുകളും കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളുടെ അനീഷിന്റെ ആർമി പേജിനെ കുറിച്ചാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരു കോമണർ വിജയിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊരു നിലയിൽ എത്തുന്നത്. പൊതുവെ ഇതുവരെ കണ്ടിട്ടുള്ള ഷോയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടേ അറിയാം, കോമണർ വന്നതിന് ശേഷം ആദ്യത്തെ ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ ഇവര് എലിമിനേറ്റ് ആയി പോകുന്നതാണ് കാണല്. പക്ഷെ ഇവിടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് പുറമേയുള്ള ജനങ്ങളുടെ അടുത്ത് അത്രയ്ക്ക് സപ്പോർട്ടാണുള്ളത്. ഇവിടെ എനിക്കും പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അനീഷ് എന്ന് പറയുന്ന ആള്. അപ്പം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ മാറ്റിക്കൊണ്ട് ഒരു കോമണർ ഫ്രണ്ടോട്ട് വരിക എന്ന് പറയുമ്പോൾ മേ ബി ആ പുറമെയുള്ള ആൾക്കാർക്ക് ഇതൊരു പ്രശ്നം ഉണ്ടാവും. വീടിന്റെ ഉള്ളിലുള്ള ആൾക്കാരുടെ അഭിപ്രായ പ്രകാരം അനീഷ് വളരെ ബാഡ് ഗെയിമറാണ്, അനീഷിന് വലിയ സപ്പോർട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. അപ്പൊ അവർക്ക് വലിയ അസൂയും കുശുമൊന്നുമില്ല. പക്ഷെ പുറമെയുള്ള ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇത് വലിയൊരു വിഷയമാവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് സെക്കൻഡ്, അനീഷ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആർമിയുള്ള ഒരാൾ ആരാ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അനുമോളാണ്. ഞാൻ അനുമോളുമായി ബന്ധമില്ലാത്ത വീഡിയോ ചെയ്താലും അതിന്റെ താഴെ അനുമോൾ എന്ന് പറഞ്ഞിട്ട് ഹാർട്ടിന്റെ കമന്റ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കാം. ഇവിടെ എന്റെ വീഡിയോയിൽ ഇന്നേ വരെ അനീഷ് ഹാർട്ട് കമന്റ് ഞാൻ കണ്ടിട്ടില്ല. അനുമോൾ ഹാർട്ട് കമന്റുകൾ ഞാൻ ഇങ്ങനെ നിറയെ കണ്ടിട്ടുണ്ട്. അപ്പൊ നല്ല PR വർക്കുള്ള. അപ്പൊ മേ ബി ഇപ്പൊ കറന്റ്ലി കോമ്പറ്റീഷൻ ആർമി ബേസിസിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു വ്യൂവർ എന്ന നിലയിൽ അനുമോളുടെ ഫാമിലി കാണുമ്പോഴാണെങ്കിലും അനുമോളും അനീഷും തമ്മിലാണ് കോമ്പറ്റീഷൻ. അപ്പൊ അനീഷ് കേറുവോ എന്നുള്ളൊരു പേടി ഇവരുടെ ഉള്ളിലുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി ഇത് കണ്ടപ്പോ തോന്നി. ആൻഡ് നെക്സ്റ്റ് തിങ്, ആർമിക്കാരുണ്ടാവും. നിങ്ങൾ ഏത് റിയാലിറ്റി ഷോ കണ്ടാലും ഉണ്ട്. ഈവൻ കഴിഞ്ഞ ഇയർ അല്ല, എന്റെ തൊട്ടു മുമ്പത്തെ ഇയറിലെ റോബിൻ രാധാകൃഷ്ണന്റെ ഒരു ഫാൻ ബേസസ് എന്റെ അമ്മ എനിക്ക് പറയാനറിയില്ല. ഒരു ഇന്റർവ്യൂവിനെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ജനപ്രവാഹങ്ങളാണുള്ളത്. ഇവരെന്തിനാ ഇത്രമാത്രം ആർമിത്തരം കാണിക്കുന്നത്, അല്ല ഇത്രമാത്രം ഈ ചത്ത് കടന്നതിൽ ഇവരോട് ഇങ്ങനെ ഈ കണക്ഷൻ കാണിക്കുന്നത് എന്ന കാര്യം എനിക്കറിയില്ല. ഇവര് ബിഗ് ബോസ് വിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കണ്ട ഒരു ഹായ് ഹോയ് പറഞ്ഞിട്ട് ഇവരെ വഴിക്കൂ. അപ്പൊ ഈ ഭ്രാന്തമായി ഈ ആർമി കാണിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അത് നല്ലതല്ല. എന്തിനാ വെറുതെ അതിന് നിൽക്കുന്നത്? ഇഷ്ടം വേണം, സ്നേഹം വേണം, സപ്പോർട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഓവർ തലയ്ക്ക് പിടിക്കുന്നത് നല്ലതാന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. സിസ്റ്റർ ബ്രദർ എന്നുള്ള കോംബോ വെച്ച് തുടങ്ങി. ഫാൻസുകാർ തന്നെയാണ്, അവരുടെ ആർമിക്കാരാണ് തുടങ്ങി നമ്മളല്ല അതൊന്നും സപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതിനുശേഷം ഈ ഫാൻസുകാർ തന്നെയാണ് അനുവിനെ വളരെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഓരോ യൂട്യൂബ് ചാനലിലായാലും
എല്ലാ സോഷ്യൽ മീഡിയ ഫുള്ള് അതിൻ്റെ എവിഡൻസ് ഉൾപ്പെടെ നമ്മളെ കയ്യിലുണ്ട്. ഇതെല്ലാം ചെയ്തത് അനീഷിൻ്റെ ആർമിക്കാരാണ്. ഇവർക്ക് ഒഫീഷ്യൽ ഒരു പേജുണ്ടല്ലോ, അനീഷിൻ്റെ ബ്രദർ ഉൾപ്പെടെയുള്ള അഡ്മിനായിട്ടുള്ള പേജിൽ അനുവിന് വളരെ മോശമായിട്ടാണ് കോൺവെർസേഷൻ നടത്തുന്നത്. ചാറ്റ് ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളിതൊന്നും പ്രതികരിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പുണ്ട്, അനുവിന് വേണ്ടി ഗ്രൂപ്പുണ്ട്, ആർമി ഗ്രൂപ്പ്, ഫാൻസ് ഗ്രൂപ്പും ഉണ്ട്. എടാ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആർമിക്കാർ എന്താ പറയാന്നുള്ളത് നമുക്ക് പേഴ്സണലി അറിയില്ല. നിങ്ങൾക്ക് ഇത് മേ ബി ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കും. ഞാനിപ്പോ കറന്റ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാൾ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ രേണുസുതിയാണ്. ഈ രേണുസുതി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയും കണ്ടന്റും ഇടുമ്പം അതിന്റെ താഴെ വന്നിടുന്ന കമന്റുകൾ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഈവൻ രേണുസുതി പോലും പറയാത്ത തരത്തിലുള്ള കമന്റുകളാണ് ഈ ഫാൻ ബേസിലുള്ള കുറച്ച് ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ അമ്മായിമാരും അമ്മാവന്മാരും അല്ലെങ്കിൽ ആന്റിമാരും മക്കളും പിള്ളേരും ഒക്കെ കയറി കമന്റ് പറയുന്നത്. അപ്പൊ ഇവരൊരു അനീഷ് ജയിക്കണം എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന ഗ്രൂപ്പായിരിക്കും അനീഷിന്റെ ആർമി പേജ്. അവരതിൽ കയറി അനുമോൾ അടിപൊളിയാണ്, അനുമോൾ ഈസ് എ ഗുഡ് പ്ലെയർ, അനുമോളാണ് ദ ഹാർട്ട് എന്നൊന്നും അവർ പറയണമെന്നില്ല. അനീഷുമായിട്ട് അപ്പൊ കോമ്പറ്റേറ്റീവ് ചെയ്ത് നിൽക്കുന്ന വ്യക്തി ആരാണോ അവരെ ഡിഫെയിം ചെയ്യുന്ന രീതിയിൽ മാത്രമേ അവരവരുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യൂ. ഇനി ആ ഗ്രൂപ്പിൽ അങ്ങനെ ഡിസ്കസ് ചെയ്താലും നിങ്ങൾക്ക് എന്താ കുഴപ്പം? അനുമോളുടെ ഗ്രൂപ്പ് കയറിയിട്ടല്ല അവർ ഡിസ്കസ് ചെയ്യുന്നത്. അവർ ഡിസ്കസ് ചെയ്യുന്നത് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഗ്രൂപ്പ് കയറിയിട്ടാണ്, ആ ആർമിയിൽ കയറിയിട്ടാണ്. അപ്പൊ അത് എങ്ങനെയാ നിങ്ങൾ എഫക്ട് ചെയ്യുക? അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ചെയ്തിട്ടില്ല അല്ലെ നമ്മളെ ബാധിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു സാധനത്തെ പറ്റി നമ്മൾ ഈ ബുദ്ധിമുട്ടേണ്ട ആവശ്യം എന്താ? ഇപ്പൊ നിങ്ങൾ അനുമോളെ ഏറ്റവും കൂടുതൽ ഈ ലൈഫിൽ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ വീട്ടുകാരാണ്. നിങ്ങൾ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്റെ മോൾക്ക് അഗെയിൻസ്റ്റ് ഇല്ലാത്ത അലിഗേഷൻസ് ആണ് അവർ പറയുന്നത്. നിങ്ങൾക്കറിയാം അത് ഇല്ലാത്ത അലിഗേഷൻസ് ആണ്. പിന്നെന്താ പ്രശ്നം? അനുമോളിനെ റിയലായി ജെനുവിനായി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അന്നും ഇന്നും അനുമോളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഈ ആർമിക്കാർ ഇവിടെ വന്നിട്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞു എന്ന് കരുതി ആരും മാറാൻ പോകുന്നില്ല. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി അനുമോളിന് നല്ലത് ചെയ്താൽ അനുമോളെ സപ്പോർട്ട് ചെയ്യും, മോശം ചെയ്താൽ ഞാൻ അഗെയിൻസ്റ്റ് പറയും. ദാറ്റ് ഡസ് ഇറ്റ് മീൻ എനിക്ക് അനുമോളുടെ അടുത്ത് വെറുപ്പാണ് എന്നൊരർത്ഥമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു ബിഗ് ഡീലായിട്ട് നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ബിഗ് ബോസ് ചരിത്രം കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം ഈ ആർമിക്കാരുണ്ടാക്കുന്ന ഏഷണികൾ. ഇതിന്റെ ലിങ്ക് നമ്മൾ എവിടെ ഇടുന്നത്? അനുവിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടില്ല, പബ്ലിക്കാക്കി ഇടുന്നു, ഒരുപാട് പേര് കയറുന്നു. ഇതിന് കയറുന്നവരെല്ലാവരും മറ്റ് ആർമി ഗ്രൂപ്പിലെ അഡ്മിൻസ്, യൂട്യൂബേഴ്സ് ഇതെല്ലാം ഈ ഗ്രൂപ്പിലുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ്, പബ്ലിക്കാക്കിയിട്ടിരിക്കുവാണ്. അതിൽ ഒരുപാട് പേരുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും അതായത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. മറ്റു മത്സരാർത്ഥികളെ കുറിച്ച് ഭീകരമായിട്ട് സംസാരിക്കില്ലെന്ന് മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുന്നുമുണ്ട്. പക്ഷേ ഇതൊരു അതിനകത്ത് നിന്ന് സ്പൈ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് മറ്റുള്ളവർക്ക് വോട്ട് മറിക്കുക, അതായത് മറ്റുള്ള മത്സരാർത്ഥികളെ കുറിച്ച് ഭീകരമായിട്ട് സംസാരിച്ചിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് യൂട്യൂബേഴ്സിന് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇതിനെടുത്ത് അതിനെ ഡീഗ്രേഡ് ചെയ്ത് വേറെ ലെവലിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങളിപ്പോ ഒരു സ്പൈ വർക്കിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ സ്പൈ വർക്ക് നിങ്ങളെ ഗ്രൂപ്പിലുള്ള ആൾക്കാരും ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് അനീഷിന്റെ ഗ്രൂപ്പിൽ നടക്കുന്ന ചാറ്റും കാര്യങ്ങളും നിങ്ങൾ എങ്ങനെയാ കാണുക? അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ടീം ഇതേ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇതേ സ്പൈ വർക്ക് ടീം തന്നെയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു സാധനത്തെ കുറിച്ച് എനിക്കറിയില്ല. കാരണം അത്യാവശ്യം ഒരു ഫേമസ് ആയി നിൽക്കുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുവിധം യൂട്യൂബേഴ്സിന്റെ ചാനലൊക്കെ ഞാൻ സബ്സ്ക്രൈബ്ഡ് ആണ്. ഞാൻ ഡെഫിനറ്റ്ലി അവരുടെ വീഡിയോസ് കാണുന്നുണ്ട്. അനുമോളിനെ അഗെയിൻസ്റ്റ് വീഡിയോ ചെയ്യുന്നതും അനുമോളെ ഡെയിലി കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നതായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിലൊന്നും ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. ഇതൊരു ആർമിയുടെ ബേസിസിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവരങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യേണ്ട. പിന്നെ നിങ്ങളുടെ അതേ എത്തിക്സ് തന്നെ അവർ ഫോളോ ചെയ്യണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഞങ്ങള് ബാക്കിയുള്ള കണ്ടസ്റ്റന്റിനെ മോശമായി പറയരുത് എന്ന് അത് നിങ്ങളുടെ ഐഡിയോളജി ആണോ നിങ്ങളുടെ എത്തിക്സ് ആണ്, നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഓപ്പോസിറ്റിലെ വ്യക്തി ചെയ്യണമെന്നുണ്ടോ? അതാ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മറ്റൊരാൾ വെച്ച് കമ്പയർ ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്നത് പോലെ മറ്റൊരാൾ ചെയ്യണം, നിങ്ങൾ ബിഹേവ് ചെയ്യുന്ന പോലെ മറ്റൊരാൾ ബിഹേവ് ചെയ്യണം. ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. ആർമിക്കാരായിട്ട് മാത്രം കാണാൻ ശ്രമിക്കുക. അവർ ഈ ബിഗ് ബോസ് കഴിയുന്ന ഈ 3 മാസം ഇവരുടെ കൂടെ ഉണ്ടാവും. 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങുന്ന ആദ്യത്തെ ഒരു 2 മാസം ഉണ്ടാവും. അത് കഴിഞ്ഞ് ആർമിക്കാർ തീർന്നു. ഞാൻ ആർമിക്കാരുടെ ഏറ്റവും പവർ ചെയ്യാൻ കണ്ടത് റോബിൻ രാധാകൃഷ്ണന്റെ കേസിലാണ്. അതിപ്പോ എവിടെ ആർമി? ഇപ്പൊ എവിടെ റോബിൻ ആർമി? ഒരാളെയും കാണുന്നില്ല. എല്ലാവരും അവനവന്റെ വഴിക്ക് പോയി. ഇനി സീസൺ 8 വന്നിട്ട് അതിലൊരു 10 കണ്ടസ്റ്റന്റ് വന്ന ഈ ആർമിക്കാർ മുഴുവൻ അവരുടെ പുറകെ പോകും. അതിന് ആ ലെവലിൽ മാത്രം കണ്ടാൽ മതി. നിങ്ങളുടെ സിസ്റ്റർ നല്ല രീതിയിലാണ് പ്ലേ ചെയ്യുന്നത്. ഇഫ് ഷീ ഡിസേർവ്സ്, പുള്ളിക്കാരിക്ക് അത് കിട്ടും. അല്ലാണ്ട് അതിൽ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മെസ്സേജസ് വരുന്നുണ്ട്, ഭയങ്കര റോങ് സെൻസിലുള്ള മെസ്സേജസ് വരുന്നുണ്ട്. നമ്മൾ അതിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ ആൾക്കും വരുന്നുണ്ട്, എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറെ വ്യക്തിയുടെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മെസ്സേജസ് നമുക്കും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പേഴ്സണലി വെക്കാനും ശ്രമിക്കും.
അതിനകത്ത് അനീഷായിട്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ അതിന് അനീഷ് ആർമി ചെയ്യുന്ന എന്തിനാണ്? അനുവിനെക്കാട്ടിലും അനീഷിന് വോട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആ സമയം മുതൽ വളരെ മോശമായിട്ടുള്ള ഡീഗ്രേഡിംഗ് ആണ്. നമുക്കൊരു ലൈഫ് ഉള്ളതാണ്, അത് നമുക്ക് ഒട്ടും ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ എവിഡൻസും നമ്മുടെ കയ്യിലുണ്ട്. ഒരിക്കൽ നമ്മുടെ അനുവിൻ്റെ ഇൻസ്റ്റഗ്രാം ഞാനും ചേച്ചിയെ കൈകാര്യം ചെയ്യുന്നത്, അതിനകത്ത് നമ്മൾ സ്റ്റോറി ഇട്ടു. അതായത് ഈ പേജുകളെല്ലാം കൂടെ വെച്ച് ഇടയ്ക്ക് 2 ദിവസം മുന്നേ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ ഈ പേജുകളെല്ലാം വെച്ചിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കും. നമുക്കൊരു ലൈഫ് ഉള്ളതാണ്, അത് വെച്ച് കളിക്കാൻ പറ്റില്ല. എല്ലാവരും ഗെയിമിന്റെ പാട്ടായിട്ട് തന്നെ അതിനകത്ത് പോയത്. ഇത് നമുക്കിനി സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അത്രയ്ക്ക് ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കായാലും ഇൻസ്റ്റയായാലും ഇത് ആരാ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്? വെറുതെ ആരും വീഡിയോ കട്ട് ചെയ്ത് വീഡിയോ ഇടത്തില്ല ഇല്ലേ? ഒരാൾ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യുമോ? നിങ്ങൾ വെറുതെ ചെയ്യോ? ഇല്ല. ആർമിക്കാർ തന്നെയാണ് ഇതിന് മെനക്കെട്ട് ലൈവ് കണ്ട് അതിന് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള കമന്റ്സ് എല്ലാം ചെയ്ത്. എല്ലാരും പോയി കഴിയുമ്പോ അനുവിന്റെ ആൾക്കാരാണ്, PR ആണ്, അവരെയൊക്കെ അവരെന്ത് ചെയ്യാനാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല. അനുവിന്റെ PR ആണ് അവര് പോവാൻ കാരണം, ജിഷിൻ പോവാൻ കാരണം. ഈ വീഡിയോയുടെ ഒരു കംപ്ലീറ്റ് ഭാഗം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവർ ഇതേ അലിഗേഷൻസ് തന്നെയാണ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ പറയാനോ കൂടുതൽ ഡിസ്കസ് ചെയ്യാനോ ഇല്ല. നിങ്ങളിപ്പോ ഈ മീഡിയക്കാരുടെ അടുത്ത് വന്ന് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത്ര വലിയ അനുവിനെ മോശമായി പറഞ്ഞൊരു സാധനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അനുവിൽ ബേസിക്കലി ഏറ്റവും നെഗറ്റീവ് കണ്ടത് അന്നത്തെ ജിസൈലിൽ ഒരു ടോപ്പിക്കിലാണ്. അത് കുറച്ച് കഴിഞ്ഞ സമയത്ത് എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈവൻ കുറെ ആൾക്കാർ അവരുടെ ബന്ധം ആ രീതിയിലല്ല എന്ന് പറഞ്ഞ സമയത്ത് അന്ന് അനു പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ള കമന്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള അനുമോളിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു ഡിഫോമേഷൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ലാസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്ന ജാസ്മിൻ ജാഫറിന് അഗെയിൻസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരുടെ അഗെയിൻസ്റ്റ് വരുന്ന വീഡിയോകളാണെങ്കിലും കമന്റുകളാണെങ്കിലും തെറിവിളികളാണെങ്കിലും ഒച്ചപ്പാടുകളൊക്കെയാണ് നമുക്കിങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. അതൊന്നും ഞാൻ ബേസിക്കലി ഈ അനുമോളുടെ കേസിൽ ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് വലിയ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയൊരു മാലപ്പടകം വിഷയമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഞാൻ വീണ്ടും പറയാണ്, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഡിസേർവ് ചെയ്യുന്ന കണ്ടസ്റ്റന്റ് ഓഫ് കോഴ്സ് വിൻ ചെയ്യും. ഈ ഡിസേർവ് ചെയ്യാനുള്ള ഒരു പങ്ക് ബിഗ് ബോസ് ടീമിനുണ്ട്. അവരെന്തൊക്കെയാണോ ക്യാമറയിൽ കൂടെ കാട്ടുന്നത് അത് മാത്രമേ കാണുന്നുള്ളൂ. ഇതിനു മുമ്പുള്ള പല എപ്പിസോഡിലും പോലുള്ള പല കണ്ടസ്റ്റന്റും പറഞ്ഞു ഇതൊന്നും അല്ല, ഇതിനപ്പുറം കാര്യങ്ങൾ ബിഗ് ബോസിൽ നടന്നിട്ടുണ്ട്, അതൊന്നും പുറത്ത് കാണിച്ചില്ല എന്നാ പറഞ്ഞത്. അപ്പൊ പുറത്ത് കാണിക്കുന്നതിന്റെ ബേസിസിൽ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിന് ആരെയാണോ താല്പര്യം, ആരെയാണോ ഇഷ്ടം, അവരെ മാത്രമേ ഇവരെന്ത് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യുള്ളൂ, അത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പൊ ഇഫ് നിങ്ങളുടെ സിസ്റ്റർ ഡിസേർവിംഗ് ആണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ. പിന്നെ ഈ PR ടീം അല്ലെങ്കിൽ ഈ ആർമിക്കാർ പറയുന്ന ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇന്നും നാളെയോ അല്ലെങ്കിൽ മാക്സിമം ഒരു മാസം കൂടെ പറയാം, അത് കഴിഞ്ഞ് അവരുടെ പണിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് അനീഷിന്റെ ഗ്രൂപ്പിൽ നിന്ന് ഒരു ചെറിയൊരു നോട്ട് വന്നിട്ടുണ്ട്, ഞാനിവിടെ കൊടുക്കാം. പ്രിയമുള്ളവരെ, വ്യക്തമായി പറയാം, ഞങ്ങളുടെ അനീഷ് ആരാധക സംഘം അനീഷിനെ പിന്തുണയ്ക്കാൻ വേണ്ടി നിലകൊള്ളുന്നു, ആരെയും ആക്രമിക്കാൻ വേണ്ടിയല്ല. അനീഷിന്റെ സഹോദരനെ അനാവശ്യമായി ഇതിലേക്ക് കൊണ്ടുവരുന്നത് തികച്ചും അന്യായവും അപ്രസക്തവുമാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിനെ കുറിച്ച് തെറ്റായ കഥകൾ പ്രചരിപ്പിക്കുന്നത് അനാവശ്യമായ നാടകം സൃഷ്ടിക്കുന്നതേ ഉള്ളൂ. അനുമോളെയോ അവരുടെ കുടുംബത്തെയോ കുറിച്ച് ഞങ്ങൾ നിഷേധാത്മകമായി പെരുമാറുന്നില്ല. അടിസ്ഥാനരഹിതമായി ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് കാണുന്നത് നിരോചകമാണ്. വസ്തുതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിരപരാധികളെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് നിർത്തുകയും ചെയ്യാം. വോട്ടിനു വേണ്ടി കുടുംബങ്ങളെ പോലും ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വിടാമെന്ന് ആരും കരുതണ്ട. അനീഷ് ആർമി എന്ന പേരിൽ അനീഷിനെ കുറ്റപ്പെടുത്താൻ വരെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ചിലർ ശ്രമിക്കുന്നത് വളരെ ദയനീയമായ കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് തന്നെ പറയണം. ആദ്യം തന്നെ ഞാൻ ആ ഒരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയി. അനീഷിന്റെ ഏട്ടനാണെങ്കിൽ അനിയനാണെങ്കിൽ അനീഷിന്റെ ഗ്രൂപ്പിൽ നിൽക്കുന്നതിന് നിങ്ങൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല. നിങ്ങളും പല ഗ്രൂപ്പിലുണ്ടല്ലോ. നിങ്ങൾ അനുമോളുടെ ഗ്രൂപ്പിലല്ലേ നിൽക്കുന്നത്, അനുമോളുടെ സപ്പോർട്ടേഴ്സ് ഗ്രൂപ്പിലല്ലേ നിങ്ങൾ നിൽക്കുന്നത്. അതുപോലെ അനീഷിന്റെ അനിയൻ അനീഷിന്റെ സപ്പോർട്ടർ ഗ്രൂപ്പിൽ നിൽക്കുന്നതിന് എന്താ, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഏകദേശം ഡിസ്കഷൻ ഒക്കെ ഉണ്ടല്ലോ. ഫുൾ അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു സാധനം ഇട്ടെങ്കിലും പലതും എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് പലതും പറയുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഈ വേണ്ടാത്ത, നിങ്ങൾ ഈ കുടുംബക്കാർ തമ്മിലുള്ള ഈ വഴക്കൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. ഓൾറെഡി ഈ ആർമിക്കാർ അവിടെ മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനിടെ നിങ്ങളും കൂടെ കയറി വന്നൊരു വിഷയം പറഞ്ഞു അവരോടുള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഇഷ്ടം, ഒരു താല്പര്യം ദയവ് ചെയ്ത് കളയരുത്. ഈ ഒരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. ഇതൊന്നും ഒരു ബിഗ് ഡീൽ അല്ല.
ഇതും കടന്നു പോകുന്നു പറയുന്ന പോലെ ബിഗ് ബോസ് കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ തീരും. എന്തൊക്കെ അലിഗേഷൻസ് കേട്ട ആളാണ് ലാസ്റ്റ് ഇയർത്തെ ജാസ്മിൻ. ഇപ്പൊ ആൾ എന്ത് ചെയ്യുന്നുണ്ട്? ആൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. ഇത്രയേ ഉള്ളൂ. പറഞ്ഞ് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണം. നിങ്ങളിത് പറയുമ്പം ആർമിക്കാർ ഇട്ടൊരു മെസ്സേജ് കൂടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ ഇത് തോന്നും. അനീഷിന്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞ് ആർമിക്കാരെ കുറ്റം പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടി കുടുംബം ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒരു തോട്ട് പോയിട്ട് കിട്ടുന്ന വോട്ടും കൂടി ഇല്ലാണ്ടാക്കണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ബൈ.